ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ 18, ഒന്നാമത്തെ വായന ഭാഗം 2 ദിനവൃത്താന്തം 9-ാം അധ്യായം. ശലോമോൻ രാജാവിൻ്റെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അധ്യായമാണ് ഇത്. പക്ഷെ അതതിൻ്റെ അവസാനത്തിലാണ്. എന്നാൽ ആദ്യം നമ്മൾ കാണുന്നത് ശെബാ രാജ്ഞി ശലോമോൻ്റെ കീർത്തിയൊക്കെ കേട്ടിട്ട് ശലോമോനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ശെബാ എന്ന രാജ്യത്ത് നിന്ന് വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ ശെബാ രാജ്ഞി എന്ന് പറയുന്നത് ശെബാ എന്ന ദേശത്തെ രാജ്ഞിയാണ്. അത് 1 രാജാക്കന്മാർ 10-ാം അധ്യായത്തിൽ ഈ വിവരങ്ങൾ അവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 12 നമ്മൾ തെക്കേ രാജ്ഞി എന്ന് വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. ശലോമോനെ പരീക്ഷിക്കാൻ വന്ന ആ തെക്കേ രാജ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിൽ ഇത് എത്യോപ്യയിൽ നിന്നുള്ള ഒരു സ്ത്രീയാണെന്നുള്ള ഒരു രേഖകൾ ഉണ്ട്. എന്നാൽ തെക്കേ അറ്റത്തെ രാജ്യം എന്ന നിലയ്ക്ക് ശെബ കിടന്ന സ്ഥലം എന്ന നിലയ്ക്ക് ശെബായർ എന്നൊക്കെ നമ്മൾ യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ശെബായർ, അവരുടെ ഒരു ദേശം വരുമ്പോഴത്തേക്ക് തെക്കേ അറ്റം എന്ന് പറയുന്നത് ഇസ്രായേലൊക്കെ കിടക്കുന്നതിന് ഭാഗം തെക്കോട്ട് വരുമ്പോൾ ഏദോമും ഒക്കെ കഴിഞ്ഞ് ഏറ്റവും തെക്ക് വരുമ്പോൾ ആ ഭൂവിഭാഗം കടലിനാൽ ചുറ്റപ്പെട്ട് 2 ഭാഗം കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്. അതാണ് ശെബ എന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. എന്നാൽ ആ ശെബ ഇന്ന് യമൻ എന്ന രാജ്യമാണ് നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ അനുമാനിക്കാനാണ് കഴിയുന്നത്. അപ്പോൾ ഈ 2 അഭിപ്രായമുണ്ട്. എന്നാൽ അവിടുത്തെ രാജ്ഞി അവിടെ വന്നു. അവൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷെ പരീക്ഷിക്കാനാണ് ചോദിച്ചത്. ചോദിച്ചതിനൊന്നും ഉത്തരം പറയാതിരിക്കാൻ ശലോമോന് കഴിഞ്ഞില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ശലോമോൻ തൃപ്തികരമായ ഉത്തരം കൊടുത്തു. എന്നിട്ട് അവൾ തന്നെ അമ്പരന്ന് പോയിട്ട് പറയുകയാണ്, നിന്റെ കാര്യങ്ങളൊക്കെയും ജ്ഞാനത്തെക്കുറിച്ചും ഞാൻ എൻ്റെ ദേശത്ത് വെച്ച് കേട്ട വർത്തമാനം സത്യം തന്നെ. ഞാൻ വന്ന് സ്വന്തം കണ്ണുകൊണ്ട് കാണും വരെ ആ വർത്തമാനം വിശ്വസിച്ചില്ല. എന്നാൽ നിന്റെ ജ്ഞാനമാഹാത്മ്യത്തിൻ്റെ പാതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. കേട്ട കേൾവിയേക്കാൾ നീ ശ്രേഷ്ഠനാകുന്നു. നിന്റെ ഭാര്യമാർ ഭാഗ്യവതികൾ. നിന്റെ മുമ്പിൽ എല്ലായ്പ്പോഴും നിൽക്കുന്ന നിന്റെ പരിചാരകർ ഇവരൊക്കെ വളരെ ശ്രേഷ്ഠന്മാരാണ്, ഭാഗ്യവാന്മാരാണ്. നിന്റെ സിംഹാസനത്തിൽ, അതായത് നിന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനത്തിൽ നിന്നെ ഇരുത്താൻ തോന്നിയ ദൈവത്തിന് നിന്നെ പ്രസാദിച്ചിരിക്കുന്ന ദൈവം ആ യഹോവ വാഴ്ത്തപ്പെട്ടവൻ എന്നൊക്കെയാണ് അവർ പറയുന്നത്. നിന്റെ ദൈവം ഇസ്രായേലിനെ എന്നേക്കും നിലനിൽക്കുമാറാക്കേണ്ടതിന് അവരെ സ്നേഹിച്ചതുകൊണ്ട് നീതിയും ന്യായവും നടത്തുവാൻ നിന്നെ അവർക്ക് രാജാവാക്കിയിരിക്കുന്നു. അതാണ് അവർ പറഞ്ഞത്. അവർ തിരിച്ചു പോകുമ്പം ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നു. അവർ അനവധി സുഗന്ധങ്ങൾ കൊണ്ട് 20 താലന്ത് പൊന്ന്, അനവധി സുഗന്ധവർഗം, പിന്നെ രത്നം ഒക്കെ അവർ കൊണ്ടുവന്നു. പിന്നെ അത്ര ഒന്നും സുഗന്ധദ്രവ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും അതുപോലെ വേറെ ഒന്നും അവിടെ കിട്ടിയിട്ടില്ല എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരിച്ച് ശെബാ രാജ്ഞി തിരിച്ചു പോയപ്പോൾ അവൾ താല്പര്യമായിട്ട് ചോദിച്ച കാര്യങ്ങളൊക്കെ, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അവൾ തിരിച്ചു പോകുമ്പോൾ ആ ശെബാ രാജ്ഞിക്ക് ശലോമോൻ രാജാവ് കൊടുത്തു വിടുന്നതും നമുക്ക് കണ്ട് അവൾ തൃപ്തികരമായി സന്തോഷത്തോടെ മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് പലവിധ സഞ്ചാരികൾ, കച്ചവടക്കാർ അവർ കൊണ്ടുവന്നത് കൂടാതെ ഓരോ ആണ്ടിലും കൊണ്ടുവന്ന പൊന്നിൻ്റെ തൂക്കം 666 താലന്ത്. അതുപോലെ അരാബ്യ രാജാക്കന്മാർ, ദേശാധിപതിമാർ ശലോമോന് പൊന്നും വെള്ളിയും കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ പൊൻപലക കൊണ്ട് 200 വൻപരിച ഉണ്ടാക്കി. ഓരോ പരിചയ്ക്ക് 600 ശേക്കൽ. അപ്പം അങ്ങനെ സമ്പത്ത് കൊണ്ട് വളരെ 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 നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നത്. അങ്ങനെ സമൃദ്ധി എവിടെ നോക്കിയാലും സമൃദ്ധി, കൊട്ടാരത്തിലായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലായാലും എല്ലാം സമൃദ്ധിയുടെ കാലമായിരുന്നു. അതുപോലെ രാജാവിൻ്റെ കപ്പലുകളെ ഹൂരാമിൻ്റെ ദാസന്മാരോടുകൂടെ തർശീസിലേക്ക് അയച്ചിരുന്നു. തർശീസിലെ പൊന്ന് വളരെ മെച്ചപ്പെട്ട പൊന്ന് എന്ന് നമ്മൾ ബൈബിളിൽ തന്നെ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ പൊന്നൊക്കെ അവിടുന്ന് പോയി കൊണ്ടുവരിക. ഇതൊക്കെ അതുപോലെ പൊന്ന് മാത്രമല്ല, വെള്ളി, ആനക്കൊമ്പ്, കുരങ്ങ്, മയിൽ എന്നിവയൊക്കെയും അങ്ങനെ കൊണ്ടുവന്നു. ശലോമോൻ
ദൈവം ശലോമോന്റെ ഹൃദയത്തിൽ കൊടുത്ത ജ്ഞാനം കേൾപ്പാൻ ഭൂമിയിലെ സകല രാജാക്കന്മാരും അവൻ്റെ ദർശനം അന്വേഷിച്ചു വന്നു. ഇതൊരു സ്ഥിരം പരിപാടിയായിരുന്നു. ദൂരദേശത്തെ രാജാക്കന്മാർ, അതുപോലുള്ള പ്രഭുക്കന്മാർ, രാജാക്കന്മാരുടെ അയക്കുന്ന അവിടുത്തെ പ്രധാനികളായ ആൾക്കാരൊക്കെ അദ്ദേഹത്തെ ആലോചന കഴിക്കാനും ബുദ്ധിയും ജ്ഞാനവുമായ കാര്യങ്ങൾ അന്വേഷിക്കാനും ഇതിനെന്താണ് വഴി എന്നൊക്കെ അന്വേഷിക്കാനൊക്കെ ആൾക്കാർ വരുന്നു എന്നാണ്. അതിൻ്റെ അവസാനം നമ്മൾ വായിക്കുന്നത് ശലോമോന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യ അവസാനം നാഥാൻ പ്രവാചകന്റെ വൃത്താന്തത്തിലും, വൃത്താന്തം എന്ന് പറയുന്ന ഡയറി എന്ന രീതിയിലാണ്. നമ്മളിപ്പോൾ ഡയറി എഴുതുമല്ലോ എന്ന് പറയുന്നത് പോലെ അന്നുള്ള കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന സംഗതിയാണ് വൃത്താന്തം എന്ന് പറയും. അപ്പം അങ്ങനെ നാഥാൻ പ്രവാചകന്റെ വൃത്താന്തത്തിലും ശീലോനിയായ അഹിയാവിൻ്റെ പ്രവാചകത്തിലും നെബാത്തിന്റെ മകനായ യൊരോബയാമിനെ പറ്റിയുള്ള ഇദ്ദോ ദർശകന്റെ ദർശനങ്ങളിലും എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇത് അവരുടെയൊക്കെ പുസ്തകങ്ങളിൽ ഈ ശലോമോൻ രാജാവിൻ്റെ പ്രവൃത്തികളൊക്കെ വായിക്കാനും പറ്റും. ശലോമോൻ യെരൂശലേമിൽ, അതായത് ഈ സകല ഇസ്രായേൽ ഗോത്രങ്ങൾക്കും, അതായത് അവിഭക്ത ഇസ്രായേലിൽ 40 വർഷം രാജാവായിരുന്നു. പിന്നെ ശലോമോൻ തൻ്റെ പിതാക്കന്മാരെ പോലെ, തൻ്റെ പിതാവിനെ പോലെ ഒക്കെയും മരിച്ചു, നിദ്ര പ്രാപിച്ചു, അപ്പനായ ദാവീദിൻ്റെ നഗരത്തിൽ അടക്കം ചെയ്തു. ഇതാണ് നമ്മൾ ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെയും ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മൾ വായിച്ച് അവസാനിക്കുന്നത്. ശേഷം തൻ്റെ മകനായ രഹബയാം അവന് പകരം രാജാവായി. രഹബയാം 2 വാഴ്ചയുടെ കാര്യങ്ങളൊക്കെയാണ് ഇനി നാളെ മുതൽ നമ്മൾ വായിക്കാനിരിക്കുന്നത്. രണ്ടാമത്തെ വായനാ ഭാഗം എഹെസ്കേൽ പ്രവചനം 44-ാം അധ്യായം. കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച ദർശനങ്ങളുടെ തുടർച്ച തന്നെയാണ് ഈ അധ്യായത്തിലും. ഇവിടെ കാണുന്നത് വിശുദ്ധ മന്ദിരത്തിൻ്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് വീണ്ടും അവിടെ കൊണ്ടുവരികയാണ്. എന്നാൽ അത് അടച്ചിരിക്കുകയാണ് ആ ഗോപുരം. അപ്പോൾ ദൈവം അരുളി ചെയ്യുകയാണ്, ഈ ഗോപുരം ഒരിക്കലും തുറക്കരുത്, കാരണം അതിൽ കൂടെ ഞാൻ കടന്നതാണ്. ഞാനത് കടന്നതുകൊണ്ട് അതെപ്പോഴും അടച്ചിരിക്കണം. അതെപ്പോഴും തുറന്നിടാൻ പാടില്ല. അതിലെ കൂടെ എനിക്ക് മാത്രം കടക്കാനുള്ളതാണ്. അതിൽ കൂടെ വേറെ ആരും കടക്കുകയും ചെയ്യാൻ പാടില്ല എന്നാണ്. എന്നിട്ട് ഇപ്പോഴത്തേക്ക് നോക്കുമ്പോൾ വടക്കേ ഗോപുരത്തിൻ്റെ ഭാഗത്ത് നോക്കുമ്പം യഹോവയുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞിരിക്കുന്നത് കണ്ടു. അപ്പോൾ പ്രവാചകൻ കവിണ്ണു വീണ് നമസ്കരിച്ചു. ഇപ്പോൾ ഒരു ശബ്ദം, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടത്, ആലയത്തിൻ്റെ വ്യവസ്ഥകളെയും നിയമങ്ങളെയും കുറിച്ച് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെ നീ നല്ലവണ്ണം ശ്രദ്ധ വെച്ച് കണ്ണുകൊണ്ട് നോക്കി ചെവി കൊണ്ട് കേട്ട് ആലയത്തിലേക്കുള്ള പ്രവേശനത്തെയും വിശുദ്ധ മന്ദിരത്തെയും നിന്നുള്ള പുറപ്പാടുകളെയും നീ നല്ലവണ്ണം കുറിച്ചുകൊള്ളുക. എന്നിട്ട് പറയാണ്, ഇസ്രായേൽ ഗ്രഹക്കാരായ മത്സരികളോട് നീ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗ്രഹമേ, നിങ്ങളുടെ സകല മ്ലേച്ഛതകളും മതിയാക്കുവിൻ. നിങ്ങൾ എൻ്റെ ആഹാരമായ മേധസ്സും രക്തവും അർപ്പിക്കുമ്പോൾ എൻ്റെ ആലയത്തെ അശുദ്ധമാക്കേണ്ടതിന് നിങ്ങൾ ഹൃദയത്തിലും മാംസത്തിലും അഗ്രചർമ്മികളായ അന്യജാതിക്കാരെ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഇരിപ്പാൻ കൊണ്ടുവന്നതിനാൽ നിങ്ങളുടെ സകല മ്ലേച്ഛതകൾക്കും പുറമെ നിങ്ങൾ എൻ്റെ നിയമവും ലംഘിച്ചിരിക്കുന്നു. അപ്പോൾ അന്യജാതിക്കാരെ അവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ ഇത് പണ്ടേ തന്നെ ആർക്കൊക്കെയാണ് ദേവാലയത്തിൽ കടക്കാൻ പാടില്ല എന്നുള്ള നിയമം തന്നെ മുമ്പേ തന്നെ ദൈവം വെച്ചിട്ടുണ്ട്. അവിടെ അന്യജാതിക്കാരൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഇടയിലുള്ള യാതൊരു അന്യജാതിക്കാരനും ഹൃദയത്തിലും മാംസത്തിലും അഗ്രചർമ്മിയായ യാതൊരു അന്യജാതിക്കാരൻ തന്നെ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കരുത്. ഇത് മുമ്പേ തന്നെയുള്ള വ്യവസ്ഥയാണ് ഈ ഒരു കാര്യം. എന്നിട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പം ഇവിടെ പുരോഹിതന്മാർക്കുള്ള ശുശ്രൂഷ, അവരുടെ നിയമങ്ങൾ അവരെങ്ങനെയായിരിക്കണം എന്ന് പറയാം. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാനും അതിവിശുദ്ധങ്ങളായ എൻ്റെ സകല വിശുദ്ധ വസ്തുക്കളെയും തൊടുവാനും എന്നോട് അടുത്തു വരാതെ തങ്ങളുടെ ലജ്ഞയും തങ്ങൾ ചെയ്ത മ്ലേച്ഛതയും വഹിക്കണം. എന്നാൽ ആലയത്തിൻ്റെ എല്ലാ വേലയ്ക്കും അതിൽ ചെയ്യുവാനുള്ള എല്ലാറ്റും ഞാൻ അവരെ അതിൽ വിചാരകന്മാരാക്കി വെക്കും. അവർ വേർതിരിക്കപ്പെട്ട് വേണം വരാൻ. പുരോഹിതന്മാരായിട്ടുള്ളവരും ലേവ്യന്മാരും എല്ലാം അവർ വേർതിരിച്ച് വരണം. ഇസ്രായേൽ മക്കൾ എന്നെ വിട്ട് തെറ്റിപ്പോയ കാലത്ത് എൻ്റെ വിശുദ്ധ മന്ദിരത്തിൻ്റെ കാര്യവിചാരണ നടത്തിയിരുന്ന സാദോക്കിൻ്റെ പുത്രന്മാരായ ലേവ്യ പുരോഹിതന്മാർ
എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് എന്നോട് അടുത്ത് വരികയും മേധസ്സും രക്തവും എനിക്ക് അർപ്പിക്കേണ്ടതിന് എൻ്റെ മുമ്പാകെ നിൽക്കുകയും വേണം എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ കടന്ന് എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് എൻ്റെ മേശയുടെ അടുക്കൽ വരികയും എൻ്റെ കാര്യവിചാരണ നടത്തുകയും വേണം. അപ്പോൾ ആരാണ് ഈ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് അവിടെ പറയുകയാണ്. അവർ ശണവസ്ത്രം ധരിക്കണം. അകത്തെ പ്രാകാരത്തിൽ കടക്കുമ്പോഴും പ്രാകാരത്തിൻ്റെ വാതിൽക്കലും ആലയത്തിനകത്തും ശുശ്രൂഷ ചെയ്യുമ്പോൾ ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കരുത്. അവരുടെ തലയിൽ ശണം കൊണ്ടുള്ള തലപ്പാവും അരയിൽ ശണം കൊണ്ടുള്ള കാൽക്കുപ്പായം ഉണ്ടായിരിക്കണം. വിയർപ്പുണ്ടാകുന്ന യാതൊന്നും അവർ ധരിക്കരുത്. അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ അവിടെ പറയാം. താഴോട്ട് വായിക്കുമ്പോൾ യാതൊരു പുരോഹിതനും വീഞ്ഞു കുടിച്ച് അകത്തെ പ്രാകാരത്തിൽ കടക്കരുത്. വിധേയവയെയോ ഉപേക്ഷിക്കപ്പെട്ടവളെയോ ഭാര്യയായി എടുക്കാതെ അവർ ഇസ്രായേൽ ഗൃഹത്തിലെ സന്തതിയിലുള്ള കന്യകമാരെയോ ഒരു പുരോഹിതൻ്റെ ഭാര്യയായിരുന്ന വിധവയെയോ വിവാഹം കഴിക്കാം. അവർക്ക് ആ കാര്യത്തെ സംബന്ധിച്ച് അതിനുള്ള വ്യവസ്ഥ അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം. വ്യവഹാരത്തിൽ അവർ ന്യായം വിധിപ്പാൻ നിൽക്കണം. അപ്പം ആളുകൾ തമ്മിലുള്ള തർക്കങ്ങളിലൊക്കെ പരിഹരിക്കാൻ നിൽക്കണം. തെറ്റും ശരിയും തമ്മിലുള്ള വ്യത്യാസം അവർ കാണിച്ചു കൊടുക്കണം. എൻ്റെ കൽപ്പനകൾ അവർക്ക് അനുസരിപ്പാൻ നിൽക്കണം. അവർ കാരണം പൊതുവായി ഈ പുസ്തകം എല്ലാ സാമാന്യ ജനത്തിൻ്റെ കയ്യിലും ഇല്ല. നിയമപുസ്തകം അത് ദേവാലയത്തിലാണ് ഉള്ളത്. പിന്നെ ഉള്ളത് രാജാക്കന്മാർ എഴുതിയെടുത്ത പ്രതികളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പുരോഹിതന്മാർക്ക് ഭാരിച്ച ഉത്തരവാദിത്വം എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും ഈ ജനത്തോടുണ്ട്. അവരെ അത് ഉപദേശിക്കേണ്ടത് അവരാണ്. അവരത് പഠിച്ചിരിക്കണം. പിന്നെ ഉത്സവങ്ങളെ സംബന്ധിച്ചുള്ള പ്രമാണങ്ങൾ ചട്ടങ്ങളും ഒക്കെ അറിയണം. അതുപോലെ തന്നെ ശബത്തുകൾ വിശുദ്ധീകരിക്കണം. ഇത് ജനത്തിന് പറഞ്ഞു കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ അവർ അശുദ്ധരാകാൻ പാടില്ല. ഇപ്പം മരിച്ച ആളുകളുടെയൊക്കെ അടുത്തുകൾ പോയി അശുദ്ധരായാൽ, അങ്ങനെ മരിച്ചെടുത്ത് പോയാൽ എന്ത് ചെയ്യണമെന്നുള്ള വ്യവസ്ഥകളുമുണ്ട്. എന്നാൽ അപ്പൻ, അമ്മ, മകൻ, മകൾ, സഹോദരൻ, ഭർത്താവില്ലാത്ത സഹോദരി എന്നിവർക്ക് വേണ്ടി അശുദ്ധരാകാം. അവൻ്റെ ശുദ്ധീകരണം കഴിഞ്ഞ ശേഷം 7 ദിവസം എണ്ണണം. വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവൻ അകത്തെ പ്രകാരത്തിൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പോകുന്ന ദിവസത്തിൽ അവൻ പാപയാഗം അർപ്പിക്കണം. അപ്പം അങ്ങനെയുള്ള മരണവീടുകളിൽ പോയാൽ അശുദ്ധനാകും. എന്നാൽ അശുദ്ധിയുടെ ആ 7 ദിവസത്തെ പ്രമാണം അത് കഴിഞ്ഞ് യാഗം അർപ്പിച്ചുകൊണ്ട് വേണം തിരിച്ച് ഈ പ്രാകാരത്തിനുള്ളിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തുമൊക്കെ പുരോഹിതൻ വരേണ്ടതിന്. പിന്നെ ഇവരുടെ അവകാശത്തെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാകുന്നു അവരുടെ അവകാശം, അവരുടെ സ്വത്ത്. ഞാനാണ് അവരുടെ അവകാശം. അവർ ഭോജനയാഗം, പാപയാഗം, അകൃത്യയാഗം എന്നിവ കൊണ്ട് ഉപജീവനം കഴിക്കണം. അവർക്ക് ആഹാരം കഴിക്കാനൊക്കെ വേണമല്ലോ. അവർക്ക് വേറെ തൊഴിലിനൊന്നും പോകാൻ വേണ്ടി ദൈവം വ്യവസ്ഥ ചെയ്യുന്നില്ല. അവർ ദൈവാലയത്തിൻ്റെ പ്രവർത്തികളുമായിട്ട് പൂർണ്ണമായും നിൽക്കണം. ലേവ്യർ എന്നുള്ളതാണ് വ്യവസ്ഥ. അതുകൊണ്ട് തന്നെ അവർക്ക് തൊഴിലുകൾക്ക് പോകാനൊക്കത്തില്ല. അവർക്ക് വരുമാനം ഉണ്ടാകാനൊക്കത്തില്ല. ആ വരുമാനത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ആവശ്യമായി വരുന്ന കാര്യങ്ങൾ ബാക്കി എല്ലാ ഗോത്രങ്ങളും കൂടെ വേണം ചെയ്യേണ്ടിയിരുന്നത്. അത് പഴയ വ്യവസ്ഥ തന്നെയാണ്. ഇവിടെ അത് വീണ്ടും എഴുതപ്പെട്ടിരിക്കുന്നു പുതിയ കാലഘട്ടത്തിലേക്ക്. സകല ആദ്യ ഫലങ്ങളിലും ഉത്തമമായതും വഴിപാടായി വരുന്ന എല്ലാ വഴിപാടും പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം. അപ്പോൾ അതെല്ലാം പുരോഹിതന്മാർക്ക് ദേവാലയത്തിൽ കൊണ്ടുവരുന്നതൊക്കെ പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം. നിന്റെ വീടിന്മേൽ അനുഗ്രഹം വരുത്തേണ്ടതിന് നിങ്ങളുടെ തരിമാവിൻ്റെ ആദ്യ ഭാഗവും പുരോഹിതന് കൊടുക്കണം. താനെ ചത്തതും പറിച്ചു കീറിപ്പോയതുമായ പക്ഷിയെയോ മൃഗത്തെയോ ഒന്നിനെയും പുരോഹിതൻ തിന്നരുത്. അപ്പോൾ പുരോഹിതൻ തിന്നരുതെന്ന് പറഞ്ഞാൽ ആലയത്തിലേക്ക് ആരും അത്തരം സാധനങ്ങൾ ദൈവത്തിന് കൊണ്ടുവരരുത്. ദൈവത്തിന് കൊണ്ടുവരുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വേർതിരിക്കപ്പെട്ട ഫലമുണ്ടാകുമ്പോൾ തന്നെ അതിന് ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച ആടുപാടുകളിൽ ഊനമില്ലാത്തത് ഒക്കെ തന്നെ ആലയത്തിൽ കൊണ്ടുവരാവും. അതിൻ്റെ ഭാഗങ്ങളാണ്, അതിൻ്റെ പാർട്ടൊക്കെയാണ് പുരോഹിതന്മാർക്കും ലേവ്യർക്കും ഒക്കെ എടുക്കാൻ കഴിയുക. അപ്പോൾ അവർക്ക് തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ട് ബാക്കി എല്ലാ ഗോത്രങ്ങളും കൊണ്ടുവരുന്ന ഒക്കെയും അത് ദൈവത്തിന് ആവശ്യമില്ല. യാഗം കഴിച്ചിട്ട് ബാക്കി വരുന്ന മേധസ്സും അല്ലെങ്കിൽ മേധസ്സൊക്കെ അവിടെ തന്നെ ദഹിപ്പിക്കുകയാണ്. എന്നാൽ ഇറച്ചി വരുന്ന ഭാഗങ്ങളൊക്കെ, അതുപോലെ ബാക്കി വരുന്ന മാവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുരോഹിതന്മാർക്കും ലേവ്യർക്കും തന്നെയാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ ദശാംശത്തെ സംബന്ധിച്ചൊക്കെ വ്യക്തമായ നിർദ്ദേശങ്ങൾ മുമ്പ് തന്നെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുമുണ്ട്. മൂന്നാമത്തെ വായനാഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം. ബഥാന്യ എന്ന സ്ഥലത്ത് ലാസർ എന്നൊരു യേശുക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട ഒരു
മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ മറിയ എന്ന സ്ത്രീയുടെയും മാർത്ത എന്ന സ്ത്രീയുടെയും സഹോദരനായിരുന്നു. മറിയയും മാർത്തയും അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ പ്രിയപ്പെട്ടവരായിരുന്നു. ആ കുടുംബം തന്നെ പ്രിയപ്പെട്ട കുടുംബമായിരുന്നു. ഈ മറിയായിരുന്നു യേശുക്രിസ്തുവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുടച്ചത്. അപ്പോൾ ഈ സഹോദരൻ ലാസർ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് അറിഞ്ഞു. എന്നാൽ ആ സമയം യേശുക്രിസ്തു അത് അങ്ങോട്ട് പോയില്ല. ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. എന്നിട്ട് സുഖമില്ലാതെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ടും 2 ദിവസം കൂടെ യേശു ഇരുന്നിടത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പം പുറപ്പെട്ടു പോയില്ല. അപ്പം നാം വീണ്ടും യഹൂദയിലേക്ക് പോകാം എന്ന് ശിഷ്യന്മാർ പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ പറയാണ്, അവിടെ വെച്ചവൻ കല്ലെറിയാൻ ഭാവിച്ചല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ? യേശു പറഞ്ഞു, പകലിന് 12 മണി നേരെ ഇല്ലേ? പകൽ സമയത്ത് നടക്കുന്ന ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നതുകൊണ്ട് ഇടറുന്നില്ല. രാത്രിയിൽ നടക്കുന്നവന് അവന് വെളിച്ചമില്ലായിക്കൊണ്ട് ഇടർന്നു. അതുകൊണ്ട് നമുക്ക് പോവാം എന്നുള്ളതാണ്. അതിനിടയ്ക്ക് യേശുക്രിസ്തു പറയുന്നുണ്ട്, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും നാം അവനെ ഉണർത്താൻ പോവുകയാണെന്ന് പറഞ്ഞു. ഉറങ്ങുകയാണെങ്കിൽ ഉണർത്താൻ കഴിയും, അവന് സൗഖ്യം വരും എന്ന് പറഞ്ഞു. പക്ഷേ യേശുക്രിസ്തു അവൻ്റെ മരണത്തെക്കുറിച്ചാണ് ഈ നിദ്ര എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. അവൻ മരിച്ചു എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ യേശുക്രിസ്തു അത് വീണ്ടും പറയുന്നു, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിപ്പാനിടയാകുമല്ലോ. അപ്പോൾ തോമസ് പറഞ്ഞാൽ അവനോടുകൂടി മരിക്കാൻ വേണ്ടതിന് നമ്മളും കൂടെ പോവാം എന്ന് തോമസ് രഹസ്യമായിട്ട് ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട്. അവിടെ ചെന്നു. മരിച്ചിട്ട് 4 ദിവസമായി. കല്ലറയിൽ വെച്ച് കഴിഞ്ഞു. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് മാർത്ത പറയുന്നു. എന്നാലും നീ ഇപ്പോഴെന്തെങ്കിലും അപേക്ഷിച്ചാൽ ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്നും പറയുന്നുണ്ട് മാർത്ത. നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത ഉടനെ പറഞ്ഞു, അതെ, ഒടുക്കത്തെ നാളിൽ അവൻ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവർ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു. അവനോട്, ഓ കർത്താവെ, ലോകത്തിൽ വരുവാനുള്ള ദൈവത്തിനായ ക്രിസ്തു നീ തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് യേശു ഉള്ളം നൊന്ത് കലങ്ങി. യേശു കണ്ണുനീർ വാർത്തു. യേശുവും കരഞ്ഞു. എവിടെ വെച്ചോന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അത് വന്ന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് കല്ലറയിലെത്തി. അതൊരു ഗുഹ പോലത്തെ കല്ലറയായിരുന്നു. ഒരു കല്ലും അതിൻ്റെ മേൽ വെച്ചിരുന്നു. കല്ലെടുത്ത് നീക്കാൻ പറഞ്ഞു. കല്ല് നീക്കി. അപ്പം മാർത്ത പറയാണ്, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങിയിട്ടുണ്ട്, 4 ദിവസമായി. നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നിട്ട് ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പം അതിനു മുമ്പ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തോട്. പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ലാസറെ പുറത്തു വരിക എന്ന് പറയുന്നത്. അവന് മുമ്പ് വരുന്ന വഴിക്ക് തന്നെ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകും എന്ന്. നിങ്ങൾ മാത്രമല്ല, ഈ ചുറ്റും നിൽക്കുന്ന എല്ലാവരും വിശ്വസിപ്പാൻ, ഇവർ പറയുന്നത് കേട്ട് വിശ്വസിപ്പാൻ ഒക്കെ ഇടയാകുന്നൊരു വലിയ സംഭവമാണ് മരിച്ചിട്ട് 4 ദിവസമായി അഴുകിയ ശരീരം ജീവനോടെ പുറത്തു വരുന്നത്. ലാസറെ പുറത്തു വരിക എന്ന് വിളിച്ച് പറഞ്ഞപ്പം ആ മനുഷ്യൻ പുറത്തു വന്നു. അവൻ്റെ കൈയും കാലും ഒക്കെ ഈ ശീല കൊണ്ട് ചുറ്റിയിരുന്നല്ലോ, എൻ്റെ അടക്കത്തിന് മുന്നോടിയായിട്ട്. അതെല്ലാം അഴിക്കാൻ പറഞ്ഞു. അതെല്ലാം അഴിച്ചു കൊടുത്തു. അവൻ ഫ്രീ ആയി. അപ്പോൾ യഹൂദന്മാർ പലരും അത് കണ്ട് വിശ്വസിച്ചു. എന്നാൽ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്ത് അവരോട് പറയുകയും ചെയ്തു. അപ്പോൾ ഇവർക്ക് പരീശന്മാരും മഹാപുരോഹിതന്മാരും കൂടി എന്താണ് ഇതിൻ്റെ വഴി, എന്താണ് എങ്ങോട്ടാണ് ഇത് പോകുന്നത്? ഇപ്പോഴാണെങ്കിൽ ആർക്കും തടുക്കാൻ പറ്റാത്ത, ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു വലിയ അടയാളം ചെയ്തു ഇരിക്കുന്നു. ഇത് എന്തു ചെയ്യും? അപ്പം അവനെ കൊന്നേ ഒക്കുള്ളൂ. അപ്പോൾ ആ വർഷത്തെ മഹാപുരോഹിതൻ പറഞ്ഞു, നിങ്ങൾ ഒന്നും അറിയുന്നില്ല. ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നുമില്ല.
അപ്പം അങ്ങനെ ഒരു കാഴ്ച കയ്യഫാവിനുണ്ടായിരുന്നു. യേശുക്രിസ്തു മരിക്കാനിരിക്കുകയാണെന്നും അത് ജനത്തിനു വേണ്ടിയാണെന്നും ഒക്കെ അതാണ് ഇവിടെ പറയുന്നത് കയ്യഫാവ്. പക്ഷേ അവർക്കത് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. അവന് സ്വയമായി പറഞ്ഞതല്ല, താനാ സംവത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് പ്രവചിച്ചത്രേ. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിനും തന്നെ എന്നും എഴുതിയിരിക്കുന്നു. ഈ കയ്യഫാവ് പറഞ്ഞതാണ്. കയ്യഫാവ് പറഞ്ഞതിൻ്റെ ആശയം. അന്ന് മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. യേശുക്രിസ്തുവിനെ യഹൂദന്മാരുടെ ഇടയിലൊന്നും പരസ്യമായി നടക്കാതെ അവിടെ വിട്ട് മരുഭൂമിക്ക് അരികെ എഫ്രൈം എന്ന പട്ടണത്തിലേക്ക് പോയി. എഫ്രൈം അറിയാൻ നമുക്ക് പഴയ നോർത്തേൺ ഇസ്രായേലാണ്, വടക്കേ ഇസ്രായേലാണ്. ഇസ്രായേലിലാണ് ഈ എഫ്രൈം എന്ന സ്ഥലം. അവിടെ പോയ ശിഷ്യന്മാരുമായിട്ട് അവിടെ പാർത്തു. അവിടെ എഴുതിയിരിക്കുന്നത്, യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കയാൽ പലരും തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പെസഹയ്ക്ക് മുമ്പാകെ നാട്ടിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചു. അപ്പം ഈ പെരുന്നാളിനും, അതായത് പെസഹ പെരുന്നാളിന് എല്ലാ പുരുഷന്മാരും യെരുശലേം ദേവാലയത്തിൽ എത്തണമല്ലോ. അപ്പോൾ ഇക്കുറി അവൻ എത്തും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. അവർ യേശുവിനെ അന്വേഷിച്ച് ദേവാലയത്തിൽ നിന്നുകൊണ്ട്, എന്ത് തോന്നുന്നു, അവൻ ഈ പെരുന്നാളിന് വരികയില്ലയോ എന്ന് തമ്മിൽ പറഞ്ഞു. എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണമെന്ന് വെച്ച് അവൻ ഇരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുത്തിരുന്നു. അപ്പോൾ യേശുക്രിസ്തു ഇനിയിപ്പം അങ്ങനെയായി. അപ്പം എവിടെയെങ്കിലും യേശുക്രിസ്തുവിനെ കണ്ടാൽ വിവരം പറയണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പം ഇനി അവർക്ക് തിരിഞ്ഞും പറഞ്ഞും നോക്കേണ്ട അവസ്ഥ മാറി. ഇനി ഇവനെ കൊന്നാലേ ഒക്കെയുള്ളൂ. അതിനുള്ള വഴികൾ ആലോചിക്കുകയും അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങളുടെ തുടക്കമായി അവിടെ മാറുകയും ചെയ്തിരിക്കുകയാണ്. മൂന്നാമത്തെ വായന ഉൾപ്പെടെ ഇന്നത്തെ എല്ലാ വായനാ ഭാഗങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെയും കാത്ത ദൈവം മുന്നോട്ടും നമ്മളെ ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. കേട്ടിരുന്ന താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നന്ദി.